പകരം ഒരാളിനെ അറേഞ്ച് ചെയ്ത് കിട്ടും. പക്ഷേ കമലയെപ്പോലെ ഒരാള് പകരക്കാരെ ആരെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അമ്പുമാമ. എന്റെ കാര്യങ്ങൾ എനിക്കിപ്പോ തനിച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏയ് അത് പറ്റില്ല. പോ, നീ തനിച്ച് എത്രയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കും സഹായിക്കുന്നതിന് ചില പരിധികളുണ്ടല്ലോ. ഇനി എന്തായാലും പകരം ഒരാളെ നോക്കുന്നതാ നല്ലത്. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ചിലപ്പോ 2-3 ദിവസം കൂടി ഇവിടെ കാണാൻ ചാൻസ് ഉള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ ഒരു പകരക്കാരി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം കൂടി ഇവിടെ കാണുമെന്ന് പറഞ്ഞാൽ നീ എന്താ അപ്പോ ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞാൽ എന്താ നിന്റെ പ്ലാൻ? വീട്ടിലേക്ക് മടങ്ങാനാണോ? അതോ എന്ത് വേണമെന്ന് ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം അമ്പുമാമ. അത് VP അമ്മയെ മനസ്സ് വയ്ക്കുന്ന പോലെ ഇരിക്കും. ഗീതയുടെ ഭാഗത്ത് നിന്ന് എന്ത് കുഴപ്പമുണ്ടാവാനാ? പിന്നെ VPയുടെ കാര്യം എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞില്ലേ. അയാൾ ആത്മാർത്ഥമായിട്ടാ ഇപ്പൊ നിന്നെ വന്ന് കണ്ടതും തിരികെ വീട്ടിലേക്ക് വിളിച്ചതും. ക്ഷണമൊക്കെ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും VPയുടെ മനസ്സിരിപ്പ് എന്താണെന്നൊരു വ്യക്തത വരുത്തണം. ഇനിയൊരു യുദ്ധത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല അമ്പുമാമ. അതുകൊണ്ടാ ഞാൻ ഇത്രയും മുൻകരുതൽ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാ നീ ആലോചിക്കേ. ഏതായാലും ഇവിടെ തുടരാനാണ് പ്ലാനെങ്കിൽ സഹായത്തിന് ഒരാളില്ലാതെ പറ്റില്ല. പോ. ഞാനേ സേവയിലൊന്ന് വിളിക്കട്ടെ. നന്ദൻ ഇത്രയും വേഗം കാര്യങ്ങൾ നീക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ. പറഞ്ഞു തരുന്നതിന് മുമ്പ് കെട്ടിടം നോക്കാൻ വേണ്ടി ആള് മുന്നിൽ വന്ന് നിന്നത് കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അല്ല, കണ്ട ബിൽഡിങ്ങിൽ ഏതെങ്കിലും മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? കണ്ട ബിൽഡിങ്സ് എല്ലാം പാർലറിന് പറ്റിയതാണ്. പക്ഷെ പറ്റാത്തത് ചോദിക്കുന്ന റെന്റും അഡ്വാൻസുവാ. ഞാൻ അയാളോട് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് സുരേന്ദ്രൻ കണ്ടെത്തി തന്നോളൂ. എന്നുവെച്ച് ഒരുപാടങ്ങ് റിമോട്ട് ഏരിയയിൽ വേണ്ട കേട്ടോ. സിറ്റിയോട് ചേർന്നുള്ള സ്ഥലം തന്നെയാ ഇതുപോലുള്ള ബിസിനസ്സിന് നല്ലത്. ഞാനും അത് തന്നെ അയാളോട് പറഞ്ഞത്. എന്തായാലും അയാൾ നേരിട്ട് വീട്ടിൽ വന്നത് കാര്യമായി. അതെന്താ? അല്ല, പാർലർ തുടങ്ങുന്ന കാര്യം ഞാൻ തമാശക്കല്ല പറഞ്ഞതെന്ന് VPക്കും അപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് പണിക്കർ സാർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എന്നോട് ഇതുവരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചില്ല. ആൾക്കിതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. അത് സാരമില്ല, തുടക്കത്തിലുള്ള എതിർപ്പൊക്കെ മാഡം ഇത് തുടങ്ങുന്നത് വരെ കാണും. പിന്നീട് അതൊരു സക്സസ്ഫുൾ റണ്ണാവുമ്പോൾ അഥവാ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കോളും. എന്നാലും ഇത്ര വേഗം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മാഡം, ഒരു സ്പാർക്ക് മനസ്സിൽ തോന്നിയാൽ അത് കാലതാമസം വരുത്താതെ ഇംപ്ലിമെന്റ് ചെയ്യുക. ടൈം എടുക്കുന്തോറും അതിനോടുള്ളൊരു ആവേശം നമ്മുടെ മനസ്സിൽ ആറി തുടങ്ങും. പിന്നീട് ആലോചിക്കുന്നത് മുഴുവൻ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചായിരിക്കും. വേണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിരിക്കും മനസ്സ് നിറയെ. അതേസമയം ഐഡിയയും അതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ചും ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചാലും വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങും. തൽക്കാലം നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്ത് അഗ്രിമെന്റ് ആക്കുക. അതൊന്ന് സെറ്റിലായി കഴിയുമ്പോഴേക്കും അടുത്ത വഴി താനേ തെളിയുന്നേ. അഡ്വാൻസിനുള്ള കാശും പിന്നെ അത്യാവശ്യം കുറച്ച് പർച്ചേസിനുള്ളത് എൻ്റെ ഓർണമെന്റ്സ് പണയം വയ്ക്കുമ്പോൾ കിട്ടും. എന്നാലും അത് പോരല്ലോ നന്ദൻ. ബാക്കിയുള്ള തുകയ്ക്ക് നമുക്കൊരു പേഴ്സണൽ ലോണോ വല്ലതും അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും മാഡം വറിയിടാവണ്ട. എൻ്റെ പരിചയത്തിൽ 1-2 ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. അവരുമായി ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അവരിങ്ങനെയുള്ള സ്റ്റാർട്ടപ്സിനൊക്കെ ലേഡീസിന് പ്രിഫറൻസ് നൽകും. നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങാം. നന്ദനും മാളും ഫുൾ സപ്പോർട്ടായി കൂടെയുള്ളതാ എൻ്റെ ധൈര്യം. അല്ലാതെ സ്വന്തമായിട്ട് ബിസിനസിനെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ സീരിയസ് ആയി ചിന്തിച്ചിട്ടേ ഇല്ല. ഒക്കെ ശരിയായി വരും മാഡം, ധൈര്യമായിട്ടിരിക്കുക. ലോണിൻ്റെ സാധ്യതയെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് മാഡത്തെ വിളിക്കാം. ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ തന്നെ നീങ്ങട്ടെ. ഇപ്പം നന്ദനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. പക്ഷെ വീട്ടിലെത്തുമ്പോഴേക്കും അത് മാറാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നുമില്ല, മാഡം ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യും. ഞങ്ങളൊക്കെ ഇല്ലേ പിന്നിൽ.
ആ കമല ഇറങ്ങുകയോ? ആ. കുറച്ച് കാശ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദാ ഇത് വഴിച്ചെലവന് ഇരിക്കട്ടെ. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. അംബിസാർ പറഞ്ഞാ മതി. ആ നോക്കട്ടെ, എന്തായാലും ഞാൻ കമലയെ വിളിക്കാം. ഞാൻ അപ്പുനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പു. ആ കമലേച്ചി, എന്തായി? അമ്മാവിന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അപ്പു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാ പോകുന്നേ. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. ദാ ഇതിരിക്കട്ടെ. അയ്യോ വേണ്ടപ്പോ, പേയ്മെന്റ് ഒക്കെ അംബിസാർ തന്നു. വഴിച്ചെലവിനുള്ള കാശ് വേറെയും തന്നു. ഇനി എന്തിനാ? എന്നാലും ഇതും കൂടി ഇരിക്കട്ടെ. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അത് സാരമില്ല, എന്റെ അടുത്തുണ്ട്. ഇരിക്കട്ടേന്നേ. സേവിങ്ങിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന തുകയില്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കൂടാ അപ്പോ. അതുകൊണ്ടല്ലേ. അതൊന്നും സാരമില്ല, ഇതിരുന്നോട്ടെ. അപ്പോ ഇനി എപ്പോഴാ കാണുമെന്നൊന്നും അറിയില്ല. എങ്കിലും പറയേ, അപ്പുവിന്റെ അച്ഛൻ വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനിയും ഇവിടെ തനിച്ച് കഴിയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി പോകണം. എന്താണെന്ന് അറിയില്ല, അപ്പു തനിച്ചായി പോകുന്ന ഒരു സങ്കടമുണ്ടേ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. കഴിഞ്ഞതൊക്കെ മറന്ന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റിയാൽ അതല്ലേ അപ്പു നല്ലത്. അപ്പുവിനോട് ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അപ്പുവിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ അവര് സമ്മതിക്കും. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് കമലേച്ചി. ചിലപ്പോ 2-3 ദിവസത്തിനുള്ളിൽ ഞാനൊരു തീരുമാനത്തിലെത്തിക്കും. അങ്ങനെ വേണോ അപ്പു? നമ്മുടെ വീട്ടുകാരോട് നമ്മളല്ലാതെ പിന്നെ ആര് ക്ഷമിക്കാനാ? അത് മാത്രമല്ല, അവർക്കും പ്രായം ചെന്ന് വരികയല്ലേ. അപ്പുവിന്റെ തണലും താങ്ങും ഇനി അങ്ങോട്ട് അവർക്കും ആവശ്യമായിട്ട് വരും. അവർക്കും അപ്പു മാത്രമല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പു. ഇനി നിന്നാ ചിലപ്പോ എന്റെ ഉപദേശം കേട്ട അപ്പുവിന് ബോറടിക്കും. കമലേച്ചി പോയിട്ട് വാ, ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. അത് തന്നെയാ എനിക്ക് അപ്പുവിനോട് പറയാനുള്ളത്. എന്നാ ശരി. ആ ഓട്ടോ വല്ലതും പറയണോ കമലേ? വേണ്ട സാർ, ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നോളാം. അപ്പോ ശരി. ശരി. ആ അപ്പോ ഞാൻ സേവയിൽ വിളിച്ചിരുന്നു, വേറെ ആളിനെ അയക്കാന്ന് പറഞ്ഞു. വേണ്ട അഭിമാമ, ഇനി ആരും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ എന്താ നിന്റെ പ്ലാൻ? വീട്ടിലേക്ക് പോവാൻ തന്നെയാണോ? ഞാൻ ആലോചിക്കുന്ന മുഴുവൻ അതേപ്പറ്റി അഭിമാമ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് VPയിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്ക് ചില ഉറപ്പുകൾ കിട്ടണം. അതൊക്കെ നമ്മൾ VPയോട് പറഞ്ഞതല്ലേ. VP സമ്മതിക്കുകയും ചെയ്തതാണല്ലോ. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? സമ്മതിച്ചത് VP ആയതുകൊണ്ടാ എനിക്കിപ്പോഴും ഒരു സംശയം. അമ്പിമാമ പറഞ്ഞ പോലെ എന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഇതൊരു അവസരമാക്കുക ഞാൻ. ഇനിയുള്ള കാലം അത്രയും പരസ്പരം അഭിനയിച്ച് തീർക്കാതെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഒരു VPയും ഗീതയോ എനിക്ക് ആവശ്യം. അത് ഉറപ്പാക്കാതെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗീതയോട് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാലോ? വരട്ടെ അമ്പിമാമ, നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കരുത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മയും കൂട്ടി VP ഇവിടെ വരാതിരിക്കില്ല. വന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്നാൽ അതൊന്ന് വേഗം ആയാൽ മതിയായിരുന്നു. അല്ലാതെ ഇവിടെ എത്ര നാളാന്ന് വെച്ചാ താൻ ഇവിടെ തനിച്ച്? അമ്പിമാമന് ഉടനെങ്ങാനും വേറെ അസൈൻമെന്റ്സ് വല്ലതും ഉണ്ടോ? എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്, അതൊന്നും നീ കാര്യമാക്കണ്ട. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടേ ഞാൻ ഇനി എങ്ങോട്ടും ഉള്ളൂ.
ഹലോ, ആന്റി എന്തെടുക്ക അവിടെ? ഞാനിവിടെ രാവിലത്തെ ജോലികളില്ല. ആന്റി ജോലിയൊക്കെ പിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് ഇവിടെ വരെ വരണം. ഇപ്പോഴോ? ഇപ്പൊ ഒന്ന് പറഞ്ഞ ഒരു മണിക്കൂറിനകം. അപ്പോഴേക്ക് ആന്റിയുടെ ജോലി ഒരുവിധം ഒതുങ്ങില്ലേ? ആ, 1 മണിക്കൂറിനുള്ളിൽ മതിയെങ്കിൽ നോക്കാം. അല്ല, എന്താ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരേണ്ട അത്യാവശ്യം? അതൊക്കെ ഉണ്ട്. ആന്റി ആദ്യം വാ, എന്നിട്ട് സംഗതി പറയാം. ഓ, സർപ്രൈസ് ആവുമല്ലേ? എന്നെ ഞെട്ടിക്കാനാ പ്ലാൻ? ഞെട്ടണോ വേണ്ടയോ എന്നൊക്കെ ആന്റി തീരുമാനിച്ചാ മതി. ഏതായാലും ആദ്യം ഇങ്ങോട്ടൊന്ന് വാ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. മാളു, അശ്വതി, മാളു. ആ, ഗീതേച്ചിയോ? വാ ഇരിക്കേ. മാളു എവിടെ അശ്വതി? അവൾ ഇവിടെ ഇല്ലേ? മാളു മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. എന്താ വന്ന പാടെ മാളുവിനെ അന്വേഷിക്കുന്നത്? അല്ല, മാളു കുറച്ചു മുമ്പേ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അതൊട്ട് പറഞ്ഞതുമില്ല. വിളിച്ചത് അവളാണെങ്കിലും അങ്ങനെ പറയിച്ചത് ഞങ്ങളാ കേട്ടോ. ഗീതേച്ചി ഇങ്ങോട്ട് വന്നത് വീപ്പേടിന് അറിഞ്ഞോ? ഞാൻ പുറത്തേക്ക് പോകുന്നത് വിപിയോട് പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ടാവോന്നറിയില്ല. എന്താ അശ്വതി? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. അല്ല, എന്നോട് ഇതിനെ വരാൻ പറഞ്ഞത്? അത് പറയാം, മാളൂടി ഒന്ന് വന്നോട്ടെ. അവളാണല്ലോ ഈ പ്രോഗ്രാമിന്റെ മെയിൻ സൂത്രധാരക. സൂത്രധാരകയോ? എന്തൊക്കെയായി പറയുന്നേ? എന്താ അശ്വതി? അതൊക്കെ പറയാന്നേ. ചേച്ചി ഒന്ന് ക്ഷമിക്ക്. അല്ല, അത് പോട്ടെ, ചെലവെവിടെ? ചെലവോ? സത്യമായിട്ടും നിങ്ങൾ രണ്ടാളും പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആക്ച്വലി എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഗീതയ്ക്കൊരു സർപ്രൈസ് തരണമെന്ന് മാളൂവിനൊരു ആഗ്രഹം. ഇനിയിപ്പോ അവള് വരാതെ അത് പൊളിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, അത് പോട്ടെ, ഗീത പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് കേട്ടല്ലോ. എന്താ അതേപ്പറ്റി ഞങ്ങളോട് പറയായിരുന്നത്? അതോ ഞങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയോ? ഓ, അതാണോ കാര്യം? എന്റെ അശ്വതി, അതങ്ങനെ അറിയിക്കാൻ മാത്രമായിട്ടൊന്നും ആയിട്ടില്ലെന്നേ. വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്നൊന്ന് ആലോചിച്ചു. അല്ലാതെ അതിനത്ര സീരിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ അങ്ങനെ അല്ലല്ലോ. പാർലറിന് പറ്റിയ ബിൽഡിങ്ങിനുള്ള അന്വേഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണല്ലോ. ഓ, അപ്പൊ മാളു എല്ലാം കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ടല്ലേ? എന്റെ അശ്വതി, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിൽ ഇങ്ങനെ ചില ഐഡിയ ഉണ്ടെന്ന് ഞാൻ മാളുവിനോടും നന്ദനോടും ഒന്ന് പറഞ്ഞുപോയി. രണ്ടുപേരും അതിത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചുമില്ല. മാളു എന്നാ ആൻറ്റി, എപ്പോഴാ ആൻറ്റി എന്ന് ചോദിച്ച് അപ്പം മുതൽ പിന്നാലെ കൂടിയിട്ടുണ്ട്. നന്ദനാണെങ്കിൽ അതിലും ഒരു പടി കൂടി കടത്തി ചിന്തിച്ച് ബില്ലിൽ നോക്കാനുള്ള ആളെയൊക്കെ ഏർപ്പാടാക്കി ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞാ ഞാനാകെ പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചേച്ചി ബ്രൈഡൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തിരക്കൊഴിഞ്ഞൊരു നേരം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തുടങ്ങിയ ക്ലയൻസിന് ഒരു കുറവും ഉണ്ടാവില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന എന്റെ അഭിപ്രായം. തുടങ്ങിയാൽ ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ എല്ലാം ഒന്ന് ശരിയായി വരണ്ടേ അശ്വതി? അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനില്ല ഇപ്പോഴും. അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അശ്വതി പറഞ്ഞതുപോലെ ക്ലയൻസിന്റെ കാര്യത്തിൽ ക്ഷാമൊന്നും ഉണ്ടാവില്ല. പിന്നെ തുടക്കത്തിൽ ആൾക്കാരുടെ ഇടയിൽ റീച്ച് ആകാൻ കുറച്ച് സമയമെടുക്കും. അതിന് നമ്മൾ നല്ല രീതിയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. അതിനിപ്പോൾ പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ. ഞാനും അതേപ്പറ്റി കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് മുരളി. പിന്നെ എല്ലാത്തിനും ഒരു ബേസ് വേണമല്ലോ. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം കാര്യമായിട്ടൊന്ന് ഇറങ്ങിത്തിരിക്കാൻ. അതൊന്നും ഓർത്ത് ചേച്ചി വറീഡ് ആവണ്ട. സമയാവുമ്പോ അതൊക്കെ താനെ അങ്ങ് ശരിയായിക്കോളൂ. അല്ലേ മുരളിയേട്ടാ? പിന്നല്ലാതെ. അല്ല, മാളുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇപ്പൊ വരും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ വിഷമിക്കണ്ട മോളെ. നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കാർക്കും സന്താന ഭാഗ്യം ഉണ്ടാകാതിരുന്നിട്ടില്ല. ദേ, മതിലകത്ത ഭദ്രച്ചിറ്റയുടെ മോൾ രേണുകയുടെ കാര്യം തന്നെ എടുത്തേ.
കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിനിടയ്ക്ക് 2 ഗർഭം അലസിപ്പോയത്. ഇനി അമ്മയാകാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കേസായിരുന്നു. എന്നിട്ടെന്തായി? അവളിപ്പോ 3 കൊച്ചുങ്ങളുടെ അമ്മയാ. അതും 2 ഇരട്ടക്കുട്ടികളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിലെ ആർക്കും അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന്. ഈശ്വരനെ അങ്ങ് മുറുകെ പിടിക്കുക. ഭഗവാൻ പ്രസാദിച്ച ഈ കാലക്കേടൊക്കെ അങ്ങ് മാറാവുന്നതേ ഉള്ളൂ. ആ, മുത്തശ്ശി മോളും എത്തിയല്ലോ. എന്നാ പിന്നെ ആ ചടങ്ങ് അങ്ങോട്ട് നടക്കട്ടെ. ചടങ്ങോ? ആ, അശ്വതി, അശ്വതി. ഗീത ഇതപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി അമ്മേ. എന്താ വിശേഷിച്ച്? വിശേഷം എന്താണെന്ന് ദൈവക്കേ അറിയൂ. എന്നോട് രാവിലെ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. എന്തോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന്. അത് ശരി. അപ്പൊ സർപ്രൈസ് എന്താന്ന് അച്ഛനമ്മയും പറഞ്ഞില്ലേ? ഇല്ല, നീ വരട്ടേന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ഞാനായിട്ട് തന്നെ ആ സർപ്രൈസ് അങ്ങ് പൊളിച്ചേക്കാം. അമ്മ ഇതെവിടെ? ദാ, നീ ആയിട്ട് തന്നെ ഇത് ആന്റിയുടെയിൽ കൊടുത്തേക്ക്. വേണ്ട വേണ്ട, അത് അച്ഛൻ തന്നെ കൊടുത്താൽ മതി. ഏയ്, അത് കൊടുക്കാൻ ഏറ്റവും യോഗ്യയായിട്ടുള്ള ആള് നീ തന്നെയാ. നീ തന്നെയാണ് അത് ആന്റിക്ക് കൊടുക്കേണ്ടത്. എല്ലാം നിന്റെ പ്ലാനിങ് ആയിരുന്നല്ലോ. എന്താ സംഭവം? ആരെങ്കിലും ഒന്ന് തെളിച്ചു പറ. അതെ, ഗീതാന്റെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. അതിന് നമ്മുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റാ ഇത്. ദാ, ആന്റി ഐശ്വര്യമായിട്ട് ഇതങ്ങ് സ്വീകരിച്ചേ. എന്താ ഇത്? ഒന്നുമില്ല, പുതിയ ബിസിനസ് വെഞ്ചറിന് ഞങ്ങളുടെ വക ഒരു എളിയ ഡൊണേഷൻ. ദാ, ഇതങ്ങ് സ്വീകരിച്ചോളൂ. മാളു, മോളെ ഇത് ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അവള് തരുന്ന സമ്മാനമാണെന്ന് കരുതിയാൽ മതി. അശ്വതി, ഞാൻ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു എമൗണ്ട് അതെന്തിനാ ഇപ്പോ? എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഗീത പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ബ്യൂട്ടി പാർലറിന് എല്ലാ അർത്ഥത്തിലും ഒരു ഹൈടെക് കൾട്ടായിരിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ വക ഒരു ചെറിയ സംഭാവന അങ്ങനെ കൂട്ടിയാൽ മതി. അല്ലേടോ? മുരളി, ഞാൻ പെട്ടെന്നൊരു ആവശ്യത്തിന് അങ്ങനെയൊക്കെ ചിന്തിച്ചെന്നേ ഉള്ളൂ. നന്ദനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് 2-3 ബിൽഡിംഗ് ഒക്കെ കണ്ടു എന്നുള്ളത് നേരാ. പക്ഷെ അതിന് ഇത്രയും വലിയ തുകയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? അച്ഛൻ പറയുന്ന പോലെ അതൊരു ഫുള്ളി ഫ്ലെഡ്ജ് പാർലർ ആയിരിക്കണം എല്ലാ രീതിയിലും. അതിന് ഈ തുക ഒന്നും ആവില്ലെന്നറിയാം. എന്നാലും ഇത് വെച്ച് എന്തെങ്കിലും ഒന്നും ആവുമല്ലോ. ബാക്കിക്ക് ഗീതേച്ചി ഒരു പേഴ്സണൽ ലോണിനോ മറ്റോ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഞാനും അങ്ങനെ തന്നെയാ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തുക വേണ്ടിയിരുന്നില്ല അശ്വതി. അത് സാരമാക്കണ്ട. മാളു പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ വക ഒരു സംഭാവനയായിട്ട് കൂട്ടിയാൽ മതി. ഇനിയിപ്പോ സംഭാവനയായിട്ട് കൂട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വായ്പ വാങ്ങിയിട്ട് കരുതിയാൽ മതി. സൗകര്യം പോലെ ഗീതയ്ക്ക് ഇത് തിരികെ നൽകാം. ഒക്കെ ഗീതയുടെ ഇഷ്ടം. മുരളി, ഞാനിപ്പോ എന്താ പറയുക? ആന്റി കൂടുതലൊന്നും പറയണ്ട. ഈ തുക സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അത്ര തന്നെ. എന്നാലും മാളു, ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കുക? അതൊക്കെ മനസ്സ് വെച്ചാൽ ആർക്കായാലും വീട്ടിൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ വല്ലവരുടെയും പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്താൻ നിന്നാ അതൊരു സൗകര്യമാക്കി എടുക്കുന്ന ചിലരുണ്ട്. ഏതായാലും ഗീത അതുപോലെ ചെയ്യില്ലെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇവർക്ക് തരാൻ തോന്നിയത്. ആ ഒരു ബോധം ഗീതയ്ക്കുണ്ടായിരുന്നാ മതി. ഇത് വേണ്ട മുരളി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. അപ്പൊ സഹായിച്ചാ മതി. ആവശ്യമുണ്ടെങ്കിൽ ഗീതേച്ചിക്ക് ഇനിയും ചോദിക്കാം. സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കരുതി ഇത് തിരിച്ചു തരാൻ നിൽക്കണ്ട. ഇത് ഞങ്ങളുടെ മാത്രമല്ല, ദാ ഇവളുടെയും കൂടെ ആഗ്രഹം. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയരുത്.